ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പോ ജിൻഷിയുടെ ഓഫീസിൽ ഒരു ന്യൂ കമർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേര് ഈനി. ഈനീനെ ആദ്യം മീറ്റ് ചെയ്യുന്നത് സിസോയാണ്. അങ്ങനെ സിസോ ഓഫീസ് മൊത്തം ചുറ്റി കാണിച്ചു കൊടുക്കും. ഹായ്, ഇവിടെ ഒരുപാട് പ്ലാൻസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും അറ്റ്മോസ്ഫിയർ ഒരുപാട് ഇഷ്ടമായി എന്ന് പറയും. ഇതെല്ലാം ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നതാണെന്ന് പറഞ്ഞ് സിസോയും എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ജിൻഷി എല്ലാവരെയും ഒരു മീറ്റിങ്ങിനായിട്ട് വിളിച്ചു വരുത്തും. നമ്മൾ ആരെയും ബീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും നമ്മുടെ ഹാർഡ് വർക്ക് അതിലിട്ട് ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കണം. അതിന്റെ കോസ്റ്റ് കുറവായിരിക്കണം, അതേപോലെ ക്വാളിറ്റിയും ഹൈയിലിരിക്കണം. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സാധാരണക്കാർക്ക് പോലും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കണം. എന്തായാലും മിസ്റ്റർ ഹാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടി തീരുമാനിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാൻ നാട്ടിലേക്ക് എത്തി. വീട്ടിലേക്ക് കയറിയ ഉടനെ തന്നെ ജിൻഷി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഫ്രിഡ്ജിലേക്ക് ഒട്ടിച്ച് വെച്ച് അതിന്റെ ഭംഗി നോക്കും. അതിനുശേഷം ജിൻഷിക്ക് കോള് ചെയ്യും. ഹലോ മിസ്റ്റർ യാൻ, അപ്പോ നിങ്ങൾ നാട്ടിലേക്ക് എത്തിയോ? എന്താ ഇനി പരിപാടി എന്ന് ചോദിക്കും. ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരുമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ഉടനെ തന്നെ റെഡിയായി പോവാനായിട്ട് നിൽക്കുമ്പോ ഈസോയോ അകത്തേക്ക് കയറി വരും. എന്തായാലും നീ വന്നല്ലോ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഒരു പെൺകുട്ടിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എന്ത് വാങ്ങി കൊടുക്കണോന്ന് ഇങ്ങനെ ചോദിക്കും. എന്താടാ ഇത്, ഒരു സിഇഒ ആയിട്ട് റഫ് ആൻഡ് ടഫ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ആള് ഇപ്പൊ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറുന്നുണ്ടല്ലോ. എന്തായാലും പെൺകുട്ടികൾക്ക് ജ്വല്ലറി, ബാഗ്സ് അങ്ങനെയുള്ള ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കും ഇഷ്ടമെന്ന് പറയും. ഇതൊന്നും പോരാ, സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്ന് പറയും. അപ്പൊ നിനക്ക് ജിൻഷിക്ക് എന്താണ് ഇഷ്ടമെന്ന് അറിയില്ലല്ലേ നീ ചോദിക്കും. ഓടാ ഫോളൊന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ നേരെ ജിൻഷിനെ കാണാനായിട്ട് ചെല്ലും. ജിൻഷി ആണെങ്കിലോ യാനിനെ കണ്ട ഉടനെ തന്നെ ഇപ്പൊ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി. ജിൻഷൻ കമ്പനിയുടെ ബോണ്ട് സ്പെഷ്യലൈസേഷൻ തന്നെ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ യാനും ഈ ഐഡിയ ഇഷ്ടപ്പെടും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, നീ ഇപ്പോഴാണ് കറക്റ്റ് വേയിലൂടെ പോകുന്നെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്കും ഹാപ്പി ആകും. എന്നാ ശരി ഞാൻ പോവാന്നും പറഞ്ഞ് നടക്കുമ്പോഴേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട്, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ, എന്താണ് പ്ലാൻ എന്ന് ഇങ്ങനെ ചോദിക്കും. നാളെ എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന് ഇങ്ങനെ ചോദിക്കും. എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോ അതിലുണ്ടായിരുന്നു, സോ ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത്. എന്നാലും നീ ഇപ്പോഴും എന്താ പ്ലാൻ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് വലിയ പ്ലാൻ ഒന്നുമില്ല, ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഡിന്നറൊക്കെ കഴിച്ച് വരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ എന്നറിയൂ. ഓക്കെ എന്നും പറഞ്ഞ് ഞാനും അവിടെ നിന്ന് പോകും. അങ്ങനെ 12 മണിക്ക് ഒരു 4-5 മിനിറ്റ് മുന്നേ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്ന് അവന്റെ ഫോൺ എടുത്ത് ജിൻഷിയുടെ ചാറ്റ് ബോക്സും ഓപ്പൺ ചെയ്ത് വെച്ചിങ്ങനെ 12 മണിയാവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് 12-ന് 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും ജിൻഷിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും കോളിന്റെ പുറകെ കോൾ ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഒരുപാട് കോൾസ് ഒക്കെ കട്ട് ചെയ്യുമെങ്കിലും അവരിങ്ങനെ തിരിച്ചു വിളിച്ചോണ്ടിരിക്കും. ഇത് എന്ത് ഭ്രാന്താന്നും പറഞ്ഞ് കോൾ എടുത്തിട്ട് ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വിളിച്ചേക്കാന്നും പറഞ്ഞ് കോളും കട്ട് ചെയ്ത് 12 മണി കറക്റ്റ് തന്നെ ജിൻഷിക്ക് ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അങ്ങോട്ട് അയച്ചു വിടും. ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ യാനിന് കുറച്ചെങ്കിലും സന്തോഷാവുന്നത്. സക്സസ് ആയി എന്ന് പറഞ്ഞ് ചാടി എണീക്കും. ഒരുപാട് നേരം ഒരേ പൊസിഷനിൽ ഇരുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ കാലൊക്കെ വല്ലാണ്ടാവും. അങ്ങനെ ഞൊണ്ടിയാണ് റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ജിൻഷി എഴുന്നേറ്റ് ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 12 മണിക്ക് യാനിന്റെ ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. ഇതെന്താണ് കറക്റ്റ് 12 മണിക്ക് തന്നെ നിങ്ങൾ എന്നെ വിഷ് ചെയ്തല്ലോ എന്നും പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ് അയക്കും. ഇത് കാണുമ്പോ യാനും അതൊക്കെ അങ്ങനെയാന്നും പറഞ്ഞ് നേരെ ഗ്രാൻഡ് പേനെ കാണാനായിട്ട് ചെല്ലും. ഈ കഴിഞ്ഞ 6 മാസത്തെ പ്രോഫിറ്റ് എന്തോരം വന്നിട്ടുണ്ടാകുമെന്ന് ഗ്രാൻഡ് പാ അന്വേഷിച്ചു കാണും, അതെനിക്കറിയാം. എന്തായാലും എനിക്ക് എന്റെ ഓൺ വേയിലൂടെ പോകുന്നതാണ് ഇഷ്ടം. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ജർമ്മനിയിലായിരുന്നപ്പോ പോലും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയും. ഓക്കെ, നിന്റെ ഇഷ്ടപ്രകാരം എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ അവസാനം നീ എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറന്നു പോകരുതെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ യാനിന്റെ ഫേസ് അങ്ങനെ തന്നെ മാറും. ലാസ്റ്റ് ടൈം ഇവർ കണ്ടപ്പോ മാരേജിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, ചിലപ്പോ അത് തന്നെ ആയിരിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് നൈറ്റ് ജിൻഷിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ജിൻഷിയും ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് ഓരോരോ പോസ് ഒക്കെ കൊടുത്ത് പിക്കൊക്കെ എടുക്കാനായിട്ട് തുടങ്ങും. അതേ ടൈമിൽ ഇല്ല താഴെ കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈസോയിന്റെ അടുത്ത് നിന്നും ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തേക്ക്, എന്റെ ബർത്ത്ഡേ വിഷസും അറിയിച്ചേക്കെന്ന് പറയും. ഓക്കെ എന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ നാൻസി അങ്ങോട്ടേക്ക് വരും. നമ്മൾ ചെയ്ത ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അവൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. ഒരുപാട് പിക്സ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇറങ്ങി നടക്കും. ആ ടൈമിനാണ് സുഷിയും ഈച്ചനും അങ്ങോട്ടേക്ക് വരുന്നത്. സുഷീനെ ഈച്ചൻ ഡ്രോപ്പ് ചെയ്ത് വന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് ബർത്ത്ഡേ പാർട്ടി കഴിയുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ പിക്ക് ചെയ്തോളാന്നും പറഞ്ഞ് നിൽക്കും. ഇത് കണ്ടിട്ട് രണ്ടുപേരും കൂടി നേരെ സുഷിയുടെ അടുത്തേക്ക് വരും. നാൻസി ആണെങ്കിലോ നീ ശരിക്കും ജിൻഷിയുടെ ഫ്രണ്ട് തന്നെയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. സുഷിക്കാണെങ്കിലോ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴേക്കും ലില്ലിക്ക് ദേഷ്യം കയറി, എത്ര നാളായി ഈ ചുറ്റിക്കളി തുടങ്ങിയിട്ടെന്ന് ഇങ്ങനെ ചോദിക്കും.
കുറച്ചു നാളായിട്ടുള്ളൂ എന്ന് ഈച്ചനും പറയും. അപ്പോഴേക്കും നാൻസിക്ക് ഭ്രാന്ത് കയറി. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എത്ര നാളായി എന്നുള്ളതിന് ഒരു പ്രസക്തിയും ഇവിടെ ഇല്ല. നിങ്ങൾക്കിടയിൽ എന്താ നടക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ സുഷിയും അതിനിപ്പോ എന്താ, ഈച്ചനും ജിൻഷിയും ബ്രേക്കപ്പ് ആയില്ലേ, അപ്പൊ പിന്നെ എന്താ പ്രോബ്ലം എന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ സുഷി നീ പറയുന്നത്? ഇത് നമ്മുടെ ജിൻഷിയുടെ എക്സ് ബോയ് ഫ്രണ്ടാന്ന് പറയും. അതിനിപ്പോ എന്താ, മനസ്സിന് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെയല്ലേ എനിക്ക് റിലേഷൻഷിപ്പിൽ ഇരിക്കാനായിട്ട് സാധിക്കുള്ളൂ, അതുകൊണ്ടാന്ന് പറയും. അപ്പോ നിനക്ക് ആദ്യം മുതലേ തന്നെ ഈച്ചന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. നാൻസി ഇതില് സുഷിയുടെ ഒരു തെറ്റുമില്ല, എല്ലാ തെറ്റും ചെയ്തത് ഞാനാണെന്നും പറഞ്ഞ് ഈച്ചൻ അത് ഏറ്റെടുക്കും. അപ്പൊ തന്നെ ലില്ലിയും എന്തായാലും മതി, ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. ഇന്ന് ജിൻഷിയുടെ സ്പെഷ്യൽ ഡേ ആണ്. അവളുടെ ആ ഒരു സ്പെഷ്യൽ ഡേ സ്പോയിൽ ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ലവ് ചെയ്യുന്നതും ചെയ്യാണ്ടിരിക്കുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റർ ആണ്. അതിൽ ഞങ്ങൾ ഇടപെടുന്നതും ശരിയല്ല. പക്ഷെ ഇപ്പൊ നീ ഇവിടെ നിന്ന് പോണോന്ന് പറയും. ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കോൺവെർസേഷനും മുകളിൽ നിന്ന് നമ്മുടെ ജിൻഷി കേൾക്കുന്നുണ്ട്. ആകെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുവാണ്. അതേ ടൈം ഈച്ചനാണെങ്കിലോ പോകുന്നതിന് മുമ്പ് ഫംഗ്ഷൻ കഴിയുമ്പോ നീ എന്നെ വിളിച്ചാ മതി, ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാന്നും പറഞ്ഞ് ഭയങ്കര കെയറിംഗ് ആയിട്ട് സംസാരിച്ചാണ് പോകുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ജിൻഷിക്ക് വീണ്ടും അപ്സെറ്റ് ആകും. അതേ ടൈം സുഷി ആണെങ്കിലോ എന്തായാലും ഇന്ന് ജിൻഷിയുടെ ബർത്ത്ഡേ അല്ലേ, ഇന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ മൂഡ് സ്പോയിൽ ചെയ്യണ്ട, ഈ കാര്യമൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ടെന്ന് പറയും. ഇവരാണെങ്കിലോ സുഷിയുടെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല, മൈൻഡ് ചെയ്യാണ്ട് മുകളിലേക്ക് പോകും. ജിൻഷിയും ഈ ഒരു കാര്യം അറിഞ്ഞതായിട്ടൊന്നും ഫ്രണ്ട്സിന്റെ അടുത്ത് കാണിക്കുന്നില്ല. എല്ലാവരുടെ അടുത്തും നല്ല രീതിയിൽ സംസാരിക്കും. എന്ത് പറയാനായിട്ട് സുഷിയുടെ അടുത്ത് പോലും ഒരു ഫേസ് റിയാക്ഷൻ മാറാണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള രീതിയിൽ കൂളായിട്ട് തന്നെ ബിഹേവ് ചെയ്യും. അതേ ടൈം ഞാനിന്റെ അടുത്തേക്ക് ഈസോയോ വരും. നീ എന്താണ് ഇവിടെ കുത്തിയിരിക്കുന്നത്? ഇന്ന് ജിൻഷിയുടെ ബർത്ത്ഡേ അല്ലേ, വാങ്ങിയ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന പറയും. ഏയ് ഇല്ലടാ, അവളുടെ ബെസ്റ്റീസിന്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഗേൾസ് നൈറ്റ് പോലെ പോട്ടെ, വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുമോന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാന്ന് പറയും. ആ ടൈമിന് തന്നെ ഇവരുടെ കൂടെയുള്ള ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരും. അങ്ങനെ അവരെല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കാനും തുടങ്ങും. അതേ ടൈം ജിൻഷിയുടെയൊക്കെ അവിടെയാണെങ്കിലോ ഇവര് 3 പേരും കൂടി മാറി നിന്ന് സെൽഫീസ് ഒക്കെ എടുക്കും. സുഷീന ഇവരാരും വിളിക്കുന്നേ ഇല്ല. ഇത് കാണുമ്പോൾ സുഷിക്കും വല്ലാത്തൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും അതൊന്നും പുറത്ത് കാണിക്കാണ്ട് ജിൻഷി വാ കേക്ക് കട്ട് ചെയ്യാം, നിനക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി കേക്കാണ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നെന്നും പറഞ്ഞ് ബർത്ത്ഡേ ക്യാൻഡിൽ എടുക്കും. പക്ഷെ അതാണെങ്കിലോ സുഷിയുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ് പൊട്ടിപ്പോകും. ഇത് കാണുമ്പോ തന്നെ ജിൻഷിയുടെ ഏകദേശം കൺട്രോൾ പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ട് അതൊക്കെ പോണെങ്കിൽ പോട്ടെ, എട്ടുണ്ടല്ലോ ഇത് വെച്ച് സെലിബ്രേറ്റ് ചെയ്യാന്നും പറഞ്ഞ് ആ ക്യാൻഡിലും കത്തിച്ചു വെച്ച് ഊതെന്ന് ഇങ്ങനെ പറയും. ജിൻഷി ആണെങ്കിലും അതിനു മുകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാണ്ട് ഞാനെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സുഷി നീ ചെയ്തത് തെറ്റൊന്നുമല്ല, നിനക്ക് ഈച്ചന് ഇഷ്ടമാണെങ്കിൽ ഡേറ്റ് ചെയ്തോ, പക്ഷേ നീ ഈ കാര്യം എൻ്റെ അടുത്ത് മുൻകൂട്ടി പറയാമായിരുന്നു. അതാണ് നിന്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക്. എന്തായാലും നിങ്ങൾ ലവ് ചെയ്യുന്നതിൽ എനിക്കൊരു പ്രോബ്ലം ഇല്ല. എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി ഈ കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്. ഞാൻ പോവാണ്, എനിക്കൊരു വർക്കുണ്ട്. എനിക്ക് ഈ ഫ്ലേവറിലുള്ള കേക്ക് കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ കഴിക്കാൻ ഇപ്പോൾ ടൈമില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞ് ജിൻഷി നൈസായിട്ട് പുറത്തേക്ക് വരും. ലില്ലി പുറകെ ഓടി വന്ന് ജിൻഷി നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ആ ലില്ലി ഞാൻ ഓക്കെയാണ്, ഈച്ചൻ ആരെ ലവ് ചെയ്താലും മാരേജ് ചെയ്താലും എനിക്കൊരു പ്രോബ്ലം ഇല്ല. പക്ഷെ അത് സുഷിയായി മാറി, അതില് ചെറിയൊരു സങ്കടമുണ്ട്. എന്നാലും ഞാൻ ഓക്കെയാണ്, അവർ ലവ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ 3 പേരും കൂടി സെലിബ്രേറ്റ് ചെയ്, എനിക്കൊന്ന് ഒറ്റക്ക് നടക്കണം, ഞാൻ പോവാന്ന് പറഞ്ഞ് ജിൻഷി അങ്ങനെ പോകും. അപ്പൊ തന്നെ ലില്ലിയും ഈസോയിന് മെസ്സേജ് അയക്കും. എന്ത് ചെയ്യാണ്, എവിടെയാണെന്നൊക്കെ ചോദിച്ചു. ഇതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ്, നിങ്ങളുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോന്ന് ഇങ്ങനെ ചോദിക്കും. ആ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, അതിലൊരു വലിയ ടിസ്റ്റ് ഉണ്ടായി എന്നും പറഞ്ഞ് ലില്ലിയും നടന്ന കാര്യമൊക്കെ വോയിസ് മെസ്സേജ് ആയിട്ട് ഈസോയിന് അയക്കും. ഈസോയി അങ്ങനെ തന്നെ ഈ മെസ്സേജ് യാനിന് കാണിച്ചു കൊടുക്കും. എന്തായാലും നീ ഇവിടെ നിന്ന് ഇവരെ ഹാൻഡിൽ ചെയ്, ഞാൻ അവളുടെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഞാൻ അങ്ങനെ പോകും. അതേ ടൈം ജിൻഷി ആണെങ്കിലും വല്ലാത്ത സങ്കടത്തില് ഫീൽ ചെയ്ത് ഇങ്ങനെ ഒറ്റക്ക് നടക്കുവാണ്. ആ ടൈമിന് യാനിന്റെ അടുത്ത് നിന്നും കോള് വരും. നീ പോയി എവിടെയാണെന്ന് ഞാൻ ചോദിക്കും. ഞാൻ ദേ ഒറ്റയ്ക്ക് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുവാന്ന് പറയും. എന്തായാലും നീ പെട്ടെന്ന് ലൊക്കേഷൻ അയക്ക്, ഞാൻ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറയും. ആ ഓക്കെ എന്ന് പറഞ്ഞ് ജിൻഷിയും ലൊക്കേഷൻ അയച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കാറുമായിട്ട് ഞാൻ വരും. അങ്ങനെ ജിൻഷിയും അവന്റെ കൂടെ കാറിൽ കയറി പോകും. ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, എന്നിട്ട് എന്താ ഒറ്റയ്ക്ക് ചുറ്റിക്കറങ്ങി നടക്കുന്നതിനെ ചോദിക്കും. വേറൊന്നല്ല, ഫ്രണ്ട്സിന്റെ ഇടയിൽ ചെറിയൊരു ഇഷ്യൂ ആയി പോയി, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ലാന്ന് പറയും. എന്തായാലും ആ ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറയും. ആ ഓക്കെ, ഞാൻ ഇനി ചിന്തിക്കുന്നില്ല. അല്ല നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കും. വേറെ അങ്ങോട്ടല്ല, ഈസോയിന്റെ റെസ്റ്റോറന്റിലേക്കാന്ന് പറയും.
അങ്ങനെ രണ്ടുപേരും കൂടി ഈസോയിന്റെ റെസ്റ്റോറന്റിലേക്ക് പോകും. അപ്പോഴേക്കും ഈസോയു ഇവരുടെ അടുത്തേക്ക് വരും. അവര് പോകണമെങ്കിൽ നീ അവരുടെ കൂടെ കാർഡ്സ് കളിക്കണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല എന്നും പറഞ്ഞ് ജിങ്ഷിനെ നോക്കി, ജിങ്ഷി നിനക്കൊരു കാര്യം അറിയാമോ, ഇവൻ ഇതുവരെ ഇവരെ മൈൻഡ് ചെയ്യാണ്ട് ഇരുന്നിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഇവരെ മൈൻഡ് ചെയ്യാണ്ട് നിന്റെ അടുത്തേക്ക് വന്നു. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ റെസ്റ്റോറന്റ് എന്റെ അല്ല, എന്റെ ആണെന്നറിയും. എന്ത് സത്യമാണോ നിന്നെ ചോദിക്കും. അതെ അതെ സത്യമാണ്, അതുമല്ലാണ്ട് നിനക്ക് ഒരു തവണ കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നില്ലേ, അത് ഹോട്ടലിൽ നിന്നൊന്നും ഓർഡർ ചെയ്തതല്ല, ഇവൻ തന്നെ ഇവന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ആരുടെ അടുത്തും വലുതായിട്ടൊന്നും പറയില്ല, അത്രേ ഉള്ളു, പാവൻ ചെക്കനാന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ജിൻഷിക്ക് ഹാപ്പി ആകും. അപ്പൊ തന്നെ ഈസോയു, കുറച്ചു നേരത്തേക്ക് നിന്റെ അടുത്ത് നിന്നും കടമായിട്ട് ഞാൻ എടുക്കുവാണ്, അവരുടെ കൂടെ കാർഡ്സ് കളിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും പറഞ്ഞ് യാനിനെയും കൂട്ടി അവരുടെ കൂടെ പോകും. അങ്ങനെ യാനും അവിടെ ഇരുന്ന് കാർഡ്സ് ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങും. ജിൻഷി അങ്ങനെ യാനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് വരും. അതെടുത്ത് കുടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. ഇതേപോലെ ഒരു തവണ ലിങ്ങിന്റെ ബാറിൽ വെച്ച് ഇവൾക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറി ജ്യൂസ് വാങ്ങി കൊടുത്തിട്ടുണ്ടല്ലോ, അതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതേ ടൈം ഞാനും ജിൻഷിക്ക് ഓരോ ലുക്കൊക്കെ വിടുന്നുണ്ട്. ജിൻഷി ആണെങ്കിലും ഇവൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടില്ലേ, അതൊക്കെ ആലോചിച്ച് ചിരിച്ച് ഞാനിനെ നോക്കും. അങ്ങനെ അവിടെ കാർഡ്സ് കളിക്കും. അതിനിടയ്ക്ക് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അങ്ങനെ കുറച്ചു നേരം അങ്ങോട്ട് പോകും. കുറെ കഴിയുമ്പോ ഞാനും കാർഡ്സ് ഒക്കെ കളിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരും. പക്ഷെ ജിൻഷിനെ അവിടെ ഇങ്ങ് കാണുന്നില്ല. അവള് റെസ്റ്റ് റൂമിൽ പോയേക്കുവാന്ന് മനസ്സിലാക്കി അവൾക്ക് വേണ്ടി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ജിൻഷിയും പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ തന്നെ നീ എനിക്ക് വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. ഏയ് അധികം നേരമൊന്നുമില്ല, അതൊന്നും കുഴപ്പമില്ല, കാർഡ്സ് ഒക്കെ കളിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും. ആ കഴിഞ്ഞു എന്നും പറഞ്ഞ് അവിടെയുള്ള വെയിറ്ററിനെ വിളിച്ച് ഒരു ലൈറ്റർ കത്തിച്ചു വെക്കും. നീ ഇതുവരെ വിഷ് ചെയ്തില്ലല്ലോ, നിന്റെ ബർത്ത്ഡേ കഴിയാനായിട്ട് ഇനിയും ഒരു മിനിറ്റ് ബാക്കിയുണ്ട്, പെട്ടെന്ന് തന്നെ വിഷ് ചെയ്യുന്ന പറയും. ജിൻഷിയും ഹാപ്പി ആയിട്ട് ആ ഒരു ലൈറ്റർ ഊതിക്കെടുത്തും. എന്തായാലും അധികം ലേറ്റ് ഒന്നും ആയിട്ടില്ല, ബർത്ത്ഡേ ഗേൾക്ക് എന്റെ വക എന്ത് ഗിഫ്റ്റാ വേണ്ടതെന്ന് ഞാൻ ചോദിക്കും. എനിക്ക് ലൈറ്റ് ആയിട്ട് ഒന്ന് കുടിക്കണോന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി കുടിക്കാനായിട്ട് ചെന്നിരിക്കും. ലൈറ്റ് ആയിട്ട് കുടിച്ചു കഴിയുമ്പോ തന്നെ ജിൻഷി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഗെയിം കളിക്കാം, ഞാനാണ് ഈ ഒരു ഗെയിമിൽ തോറ്റു പോകുന്നതെങ്കിൽ നീ പറയുന്ന കാര്യം ഞാൻ കേൾക്കും, ഇനി നീയാണ് തോക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കണോന്ന് പറയും. ഓക്കെ, ഇനി ഞാനെങ്ങാനും തോക്കുവാണെങ്കിൽ എന്റെ 3.5% ഷെയർ നിനക്കായിട്ട് തരാം, ഇനി നീയാണ് തോക്കുന്നതെങ്കിൽ നീ എനിക്ക് എന്ത് തരുമോന്ന് ഞാൻ ചോദിക്കും. നീ എന്ത് വേണേലും പറഞ്ഞു, അത് ഞാൻ നിനക്ക് തരാന്ന് പറയും. ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോ ജിൻഷി ഉറപ്പാന്ന് പറയും. അങ്ങനെ ഗെയിമും സ്റ്റാർട്ട് ചെയ്യും. ഒരു ഡെപ്പിന്റെ ഉള്ളിൽ കുറച്ച് ഡൈസ് ഉണ്ട്, അത് കുലുക്കി ഇങ്ങനെ ഇടും. അത് ഇവള് പറയുന്നതിലും കൂടുതൽ നമ്പർ ആണെങ്കിൽ ഞാൻ വിൻ ചെയ്യും. ഓരോ നമ്പറിന്റെ വ്യത്യാസത്തില് ഞാനാണെങ്കിൽ വിൻ ചെയ്തോണ്ടിരിക്കും. അവസാനം ഇവളാണെങ്കിലും നമ്പർ കൂട്ടി പറയും. എന്തായാലും നീ നുണയെ പറയുന്നത്, എനിക്കത് പൊക്കി കാണിച്ചു തരണോന്ന് പറയും. അങ്ങനെ പൊക്കി നോക്കുമ്പോ ഞാനാണ് കൂടുതൽ നമ്പേഴ്സ് വീണിരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഞാൻ വിൻ ചെയ്തു. കണ്ടോ, ഞാനാണപ്പോ വിൻ ചെയ്തെന്ന് പറയും. ഓക്കെ, ഞാൻ തോറ്റുപോയി, നീ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു, ഞാനത് തരാന്ന് പറയും. ഞാനാണെങ്കിലും അപ്പൊ തന്നെ ഒരുമാതിരി ജിൻഷിനെ ഇങ്ങനെ നോക്കും. ഇവന്റെ ഈ നോട്ടത്തില് ജിൻഷി ആകെ ജെർക്കാകും. ആകെ പേടിച്ച് നീ ഇപ്പോഴും എന്താണ് വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. അവനൊന്നും മിണ്ടുന്നില്ല. ആ ഒരു നോട്ടം തന്നെ കണ്ടിന്യൂ ചെയ്യും. ആകെ പേടിച്ചിരിക്കുമ്പോ, ശരി ഞാൻ ഇനി എന്തായാലും നിന്നെ ടീസ് ചെയ്യുന്നില്ല, ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ് അവന്റെ ഗിഫ്റ്റ് എടുത്തു കൊടുക്കും. അങ്ങനെ ജിൻഷിയും ആ ഒരു ഗിഫ്റ്റ് തുറന്നു നോക്കും. അതിലൊരു ചെയിനാണുള്ളത്. അപ്പൊ തന്നെ ഞാൻ ആ ചെയിൻ നിന്റെ കഴുത്തിൽ ഇട്ട് തരട്ടെ എന്നും പറഞ്ഞ് അവൻ തന്നെ അവളുടെ കഴുത്തില് ആ ഒരു ചെയിനൊക്കെ ഇട്ട് കൊടുക്കും. ജിൻഷിക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. ശരി വാ, നിന്നെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ ജിൻഷി അവനെ സ്റ്റോപ്പ് ചെയ്തിട്ട്, നീ ബെറ്റില് വിൻ ചെയ്തു, നിനക്ക് എന്താ വേണ്ടതെന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. ഇവനാണെങ്കിലും അങ്ങനെ തന്നെ ജിൻഷിനെ നോക്കിക്കൊണ്ട് നിൽക്കും. ഇപ്പൊ ജിൻഷിയും എഴുന്നേറ്റ് നിന്ന്, നീയാണ് ഈ ബെറ്റില് വിൻ ചെയ്തിരുന്നതെങ്കിൽ നീ പറഞ്ഞ പോലെ 3.5% ഷെയർ എനിക്ക് തരുമായിരുന്നു എന്ന് ചോദിക്കും. ഞാൻ തരുമായിരുന്നു എന്ന് ഞാനും പറയും. അങ്ങനെയാണെങ്കിൽ എന്റെ തോൽവി ഞാൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാണെന്ന് പറയും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന് രണ്ടുപേരും കൂടി കിസ്സൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇവര് റൊമാൻസിലേക്ക് കടക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ലില്ലിക്ക് നാൻസി കോൾ ചെയ്ത് നൈറ്റ് മുഴുവനും ജിൻഷി വീട്ടിലേക്ക് വന്നില്ല, ട്രൈ ചെയ്തിട്ട് അവളെ കിട്ടുന്നില്ല എന്ന് പറയും. എന്തായാലും നീ വിഷമിക്കണ്ട, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ലില്ലി ജിൻഷിക്ക് കോൾ ചെയ്തോണ്ടിരിക്കുമ്പോ ഈസോയു അവിടെ വന്നിരിക്കും. അപ്പോ നടന്ന കാര്യങ്ങൾ ലില്ലിയും പറയും. എനിക്കറിയാം ജിൻഷി എവിടെയാ ഉള്ളതെന്ന്, മിസ്റ്റർ ഹാന്റെ കൂടെ ഉണ്ടെന്ന് പറയും. എന്ത്, ഹാനെ നിങ്ങൾക്ക് അറിയോന്ന് എന്നെ ചോദിക്കും. ഞങ്ങളുടെ റെഗുലർ കസ്റ്റമർ ആണ് ഞാൻ, അതുമല്ലാണ്ട് ഒരു പാർട്ടി നടക്കുമ്പോഴാണ് ഞാൻ ജിൻഷിനെ പരിചയപ്പെടുന്നതെന്ന് പറയും. അപ്പൊ തന്നെ ലില്ലിയും നാൻസിക്ക് കോൾ ചെയ്ത്, ഞാനിപ്പോ അവളെ വിളിച്ചിരുന്നു, അവളുടെ ഫ്രണ്ടിന്റെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞത്, നീ എന്തായാലും സങ്കടപ്പെടണ്ടെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അപ്പൊ തന്നെ ഈസോയു, എനിക്ക് പോയിട്ട് വർക്കുണ്ട്, നീ എന്തായാലും റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പോയാൽ മതി എന്നും പറഞ്ഞ് ലില്ലിയുടെ ഫോർഹെഡിൽ ഒരു കിസ്സൊക്കെ കൊടുത്ത് പുള്ളിക്കാരൻ
ചേട്ടൻ അവിടെ നിന്ന് പോകും. അതേ ടൈം ജിങ്ഷിനെ കാണിക്കാണ്. പുള്ളിക്കാരിക്ക് ഒരുപാട് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നോണ്ടിരിക്കും. നോട്ടിഫിക്കേഷന്റെ സൗണ്ട് കേട്ട് പുള്ളിക്കാരി പയ്യെ ഫോൺ എടുത്ത് നോക്കും. സിസോന്റെ മെസ്സേജ് ആണ്, നീ എവിടെയാണ്, ഇത്രയും ലേറ്റ് ആയിട്ട് നീ ഓഫീസിലേക്ക് വരാറില്ലല്ലോ എന്ന് പറയും. പെട്ടെന്നാണ് ജിങ്ഷിക്ക് റിയലൈസ് ആവുന്നത്. അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ എപ്പിസോഡും കൂടി ഇവിടെ അവസാനിക്കാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.